സാറേ, മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പാണ്. ഇവിടെ മഹാ അഘാടി സഖ്യം വിജയിച്ചാൽ NCPയുടെ അജിത് പവാറും, ഇവർ വിട്ടുപോയതാണല്ലോ, അജിത് പവാറും ശിവസേനയുടെ ഷിൻഡെ, അദ്ദേഹമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ഈ മഹാ അഘാടി സഖ്യം വിജയിച്ചാൽ അവർ തിരിച്ചു വരാൻ സാധ്യത കാണുന്നുണ്ടോ എന്ന് അവിടുത്തെ PCC പ്രസിഡന്റ് നാനാ പട്ടോളെ എടുത്ത് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു അവർക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല, കാരണം അവരെ പിളർത്തിയത് BJP ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഇവർ തിരിച്ചു വരുമോ? ഷിൻഡെ തിരിച്ചു പോകാൻ സാധ്യതയില്ല, പക്ഷേ ഷിൻഡയുടെ കൂടെയുള്ള ആളുകൾ പോകാൻ സാധ്യതയുണ്ട്. ഷിൻഡയ്ക്ക് ഷിൻഡെ ശരിക്കും ആ പാർട്ടി വിടില്ലായിരുന്നു. അത് കാരണം എന്ന് വെച്ചാൽ ഏകനാഥ് ഷിൻഡെ ശരിക്കും താഴെ തട്ടുന്ന ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് വളർന്നു വന്നത് ഈ തമിഴ് സിനിമയിൽ ചില വില്ലന്മാരില്ലേ, ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് വന്നിട്ട് വലിയ പൊളിറ്റീഷ്യൻ ആവുന്നു. തമിഴ് സിനിമയിൽ അധികം കാണാൻ പറ്റും. മുൻ ഗുണ്ടയായിരിക്കും. അപ്പോൾ ഇയാൾ ഗുണ്ടായിരുന്നില്ല, എന്നങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നൊരു ഷിൻഡെ എന്ന് വെച്ചാൽ ദളിത് കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി പെട്ടൊരു മനുഷ്യനാണ് ഏകനാഥ് ഷിൻഡെ. പണ്ട് സുശീൽ കുമാർ ഷിൻഡെ ഉണ്ടായിരുന്നു. അതെ, സുശീൽ കുമാർ ഷിൻഡെ ഉണ്ട്. അവിടെ ദളിത് പൊളിറ്റിക്സിന് സുശീൽ കുമാർ ഷിൻഡെ നമ്മുടെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഷിൻഡയുടെ ഒരു കാര്യം, ഷിൻഡെ എനിക്ക് തോന്നുന്നു ഷിൻഡേനെ മുഖ്യമന്ത്രിയാക്കി ഇലക്ഷൻ ജയിച്ചപ്പോൾ ഷിൻഡേനെ മാറ്റി. അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു, കുറേ കോമഡി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവിടെ കോൺഗ്രസിന് പണി കിട്ടിയത്. അപ്പോൾ ഷിൻഡെ ശരിക്കും കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആവേണ്ടത് ഷിൻഡെയാണ്. കാരണം ശിവസേനയുടെ രീതി അനുസരിച്ച് ഒരിക്കലും താക്കറെ കുടുംബം അധികാരം നേരിട്ട് കൈയാളില്ല. അവർ പോപ്പിനെ പോലെ അവിടെ നിൽക്കും. പോപ്പിന് ആത്മീയ ലീഡർഷിപ്പേ ഉള്ളൂ, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണമെങ്കിൽ നമ്മളെ ഖലീഫ എന്ന് പറയും. മുമ്പ് ഖലീഫ് ഉണ്ടായി മുസ്ലിംസ്. ഖലീഫ ഒരേ സമയം പൊളിറ്റിക്കൽ ഹെഡുമാണ്, റിലീജിയസ് ഹെഡുമാണ്. അപ്പോൾ ഇവരങ്ങനെ നിൽക്കുകയുള്ളൂ, കാര്യങ്ങൾ ഇവരാ തീരുമാനിക്കുക. അപ്പം ബാൽതാക്കറെ അടുത്ത് ഇതൊന്ന് പൊളിക്കാൻ വേണ്ടി പണ്ടേ ശരത് പവാർ ഒരുപാട് ശ്രമിച്ചതാണ്. കാരണം നിങ്ങൾ നേരിട്ട് അധികാരത്തിലെത്തുമ്പോഴാണ് നിങ്ങളോട് അടുത്തിൻ്റെ പല ആളുകളും നിങ്ങളൊന്ന് അകലുക, മാത്രമല്ല നിങ്ങളെ ഇമേജ് തരും. അതുകൊണ്ടാണ് ഈ പണക്കാട് കുടുംബം നേരിട്ട് പൊളിറ്റിക്സിൽ ഇടപെടില്ല. പണക്കാട് കുടുംബത്തിന് വാപ്പാടെ പറ്റിയ അബദ്ധം ഇപ്പോഴത്തെ തങ്ങളെ കൊണ്ട് ഏതോ ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വാധീനിച്ചിട്ട് ആഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കിയ വളരെ നന്നായി നിന്ന് ലേഖനം ഇരിപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും സാധിക്കാതെ തങ്ങൾ അങ്ങനെ ചെയ്യുന്നു. മുമ്പത്തെ തങ്ങളാണ് എനിക്ക് തൊട്ടുമുമ്പുള്ള പിന്നെ ഈ നമ്മുടെ ഷിഹാബ് തങ്ങളാണെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതില്ല എന്ന് എനിക്കറിയാം. അതിനുശേഷം വന്ന ഹൈദരാലി തങ്ങളാണ് മൂപ്പര് ചിലപ്പോൾ എഴുതിയെന്നായിരുന്നു. മൂപ്പർക്ക് ഒരു ഇസ്ലാമിൻ്റെ സ്നേഹം കൂടുതലാണ്, കൂടിയ സ്നേഹമാണ്. ഈ ഷിഹാബ് തങ്ങളെപ്പോലുള്ള ഒരാളാണെന്ന് ഞാൻ സാധിക്കലി തങ്ങളെ കണ്ടേ, വളരെ ഡൗൺ ടു എർത്ത് കാണാനും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ മൂപ്പർക്ക് ഇങ്ങനെ അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ ലീഗ് ഇനിയും നോക്കണം. ഈ ശുദ്ധമായ മലയാളം ലീഗുകാരൻ എന്ന് സംസാരിക്കാൻ തുടങ്ങിയോ അവനൊക്കെ പതുക്കെ ജമാഅത്തെ ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അതൊരു നെക്സസ് ഉണ്ട് അവിടെ. ആ നെക്സസ് അതിൽ ലീഗ് മറികടക്കാൻ പറ്റിയ ലീഗിൻ്റെ കാര്യം പോക്കാണ്. അപ്പം അതേപോലെ ഈ ബാൽതാക്കറെ കുടുംബം അങ്ങനെയാണ്. ബാൽതാക്കറെ കുടുംബം ഇതിൽ ഇടപെടില്ല. അപ്പം ശരത് പവാർ പലതവണ ശ്രമിച്ചാണ് ബാൽതാക്കറെ പറഞ്ഞു ഓടിച്ചു വിടും. ബാൽതാക്കറിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള സ്റ്റാച്ചുവൊന്നും ഇല്ലല്ലോ ഈ ശരത് പവാറിന്. പക്ഷേ ഇയാൾ ബാൽതാക്കറെ മരിച്ചപ്പോൾ എന്ത് ചെയ്ത് മോനെ കളക്കി. അച്ഛക്കനാണെങ്കിൽ അങ്ങനെ വലിയ പൊളിറ്റിക്കൽ, ഈ രാജ്താക്കറൊക്കെയാണ് സത്യത്തിൽ ഇയാളെ മരുമോനുണ്ട്, അയാൾക്കാണ് നല്ല പൊളിറ്റിക്കലായിട്ട് മെറ്റലുള്ളത്. ഇതൊരു അമൂൽ ബേബിയാണ്. രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ വേറെ രൂപമാണ് ഈ ഉദ്ധവ് താക്കറെ. ഉദ്ധവൻ പുരാണങ്ങളിൽ വലിയ കൃഷ്ണൻ്റെ ഫ്രണ്ടും മന്ത്രിയും ഒക്കെ ആയിരുന്നു, വലിയ ബുദ്ധിയുള്ള ആൾ, വീരമുള്ള ആൾ. ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വീരുണ്ടോ എന്ന് എനിക്കറിയില്ല. വീരുണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഏകനാഥ് ഷിൻഡെ ആയിരുന്നു മുമ്പാണ് അറിയാലോ. ബാൽതാക്കറെ സംബന്ധിച്ച് മനോഹർ ജോഷി, സുരേഷ് പ്രഭു ഇവരൊക്കെ അല്ലേ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് ശിവസേന വിട്ടുപോയത്. ശിവസേന വിട്ട് BJP അദ്ദേഹം പ്രതീക്ഷ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ്. പക്ഷെ ഫഡ്നാവിസ് കുറച്ചുകൂടി ഒരു വിഷ്ണുതയായ പൊളിറ്റീഷ്യൻ, അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ ആക്കി. അപ്പം അങ്ങനെ മുഖ്യമന്ത്രിയാക്കിയ ഒരാളെ മാണി സാറിനെ പോലെ ഏകനാഥ് ഷിൻഡെയുടെ ഒരു വലിയ ആഗ്രഹമായിട്ട് സാധിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയാവാന്നുള്ളത്. ഫഡ്നാവിസിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJP ജയിക്കുകയാണെങ്കിൽ, ആ സഖ്യം BJP ശിവസേന സഖ്യം ജയിക്കുകയാണെങ്കിൽ ഫഡ്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രി. ഫഡ്നാവിസ് ആവാനാണ് സാധ്യത. കാരണം ഏകനാഥ് ഷിൻഡെ ഇനി അങ്ങോട്ട് വലിയ ക്ലെയിമൊന്നും വെക്കില്ല. മൂപ്പര് ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല. പിന്നെ അധികാരം ഒരിക്കലും മനസ്സ് വിവരമുള്ള ആളുകൾ എപ്പോഴും ചെയ്യും. അവരുടെ അധികാരം അവരുടെ കയ്യിലുണ്ടാവണമെന്നില്ല, അവർ കാര്യം നടന്നാൽ മതി. അതാണ് വിവരമുള്ള ആളുകൾ എപ്പോഴും ചെയ്യുക. അധികാരം കയ്യിലുണ്ടാവണമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ വലിയ ബിസിനസ്സുകാർക്കൊക്കെ പല രാഷ്ട്രീയക്കാർ ഈ ബിസിനസ്സുകാരുടെ ആളുകളാണ്. ഈ ബിസിനസ്സുകാർക്ക് വേണമെങ്കിൽ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വന്നതൊക്കെ ആകാം. പക്ഷെ അവർക്ക് താല്പര്യമില്ല. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അധികാരം അവരുടെ കയ്യിലുണ്ടായാൽ മതിയല്ലോ. അല്ല അവിടെ പോയിരുന്ന് ശല്യം സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അങ്ങനെ ഇത് തിരിച്ചറിയാതെ മണ്ടന്മാർ ബിസിനസ്സുകാർ മാത്രമാണ് രാഷ്ട്രീയത്തിൽ ചാടിയിട്ട് ശത്രുക്കൾ ഉണ്ടാക്കിയത്. സാബുവിൻ്റെ ഒക്കെ ഒരു പ്രശ്നം അതാണ്. സാബു വെറുതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സാബുവിന് അറിയാം, സാബു എല്ലാ പാർട്ടിയും ഫണ്ട് ചെയ്യുന്നതാണ്. സാബു ഇപ്പം ചാടി കുറേ ശത്രുക്കളുണ്ടായി, പക്ഷേ സാബുവിൻ്റെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട്, അതുകൊണ്ട് സാബുവിനെതിരെ ആരും കളിക്കുന്നില്ല. അതാണ് സാബുവിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഈ ന്യൂ ജനറേഷൻ പൊളിറ്റിക്സ് എനിക്ക് സാബുവിന് സ്പേസ് വരുന്നുമുണ്ട്. പുതിയ പിള്ളേർക്ക് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയത്തോടൊക്കെ അവർ തമാശയായിട്ട് കാണുന്നു. പിന്നെ പേടി കൊണ്ടും ഈ പറയുന്ന വീട്ടുകാർക്ക് റേഷൻ കാർഡ് വെട്ടിപ്പോകും, അതല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ കാർഡ് നഷ്ടപ്പെടുന്നതൊക്കെ പേടി കൊണ്ടാണ് അവർ നിൽക്കുന്നത്. വൺസ് അത് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ സാഹചര്യം വന്നാൽ അവർ മാറും. പുതിയ പിള്ളേരുടെ ലോകം ഇതേ അല്ല. അവർ സീരിയൽ കാണുന്നില്ല, സാധാരണ മലയാള സിനിമകൾ കാണുന്നില്ല, അവർ ആ പടം പേറമ്മ പോലുള്ള സിനിമകൾ, ഒരു പാൻ ഇന്ത്യൻ ലുക്കുള്ള സിനിമകൾ കാണുന്നുണ്ട് നല്ലത്. ഈ പിള്ളേർ ഇതൊന്നും കാണുന്നില്ല. അവരൊരു വേറൊരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇതൊക്കെ ലീസ്റ്റ് കൺസേൺഡ് അബൌട്ട് കേരള പൊളിറ്റിക്സ്. അതായത് നമ്മളിവിടെ മഹാരാഷ്ട്രയിലേക്ക് വീണ്ടും വന്നാൽ അവിടെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? ജയിക്കുന്ന ഇപ്പം പറയാൻ സാധ്യത ബുദ്ധിമുട്ടായ BJP ജയിക്കുന്ന നിൽക്കുന്നത്. BJP ശിവസേന ഏകനാഥ് ഷിൻഡെ. അതിന് എന്തെങ്കിലും കാരണങ്ങൾ എന്ന് പറയാൻ അവരൊരു വളരെ ശക്തമായൊരു അലയൻസാണ്. മറ്റേതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സീറ്റ് വിഭജനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, സീറ്റ് വിതരണമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടെ മുമ്പ് 1ാം സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് ഇപ്പോൾ 3ാം സ്ഥാനത്തായിട്ടുണ്ട് മുന്നണിയിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാം മാത്രമല്ല, ശരത് പവാറിന് പണ്ടത്തെ പോലെ ഉള്ളൊരു എനർജി ഇപ്പോൾ ഇല്ല. ശിവസേനയുടെ ഒരു വിഭാഗമാണ് ഏകനാഥിൻ്റെ കൂടെ പോയിരിക്കുന്നു, അജിത് പവാർ ആണെങ്കിൽ അപ്പുറത്ത് പോയിരിക്കുന്നു. ഇതെല്ലാം അവരെ ക്ഷീണിപ്പിക്കാനാണ് സാധ്യത. പക്ഷേ അപ്പോഴും ലോക്സഭാ ഇലക്ഷനിൽ അവർ വിജയിച്ച ആളുകളാണ്. RSS സഹായിച്ചിട്ട്, RSS അവരെ സഹായിച്ചല്ലേ BJP വലിച്ചിട്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നോക്കുന്നത്. പിന്നെ അവരുടെ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചടിക്കാൻ മതി. അതർവൈസ് BJP സഖ്യം വരാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ ഹരിയാന റിസൾട്ട് കണ്ടില്ലേ, ഹരിയാന BJPക്കെതിരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ RSS വളരെ കൃത്യമായിട്ടുള്ള RSSൻ്റെ ചിട്ടയായ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതാണ് സത്യം അവർക്ക് ഗുണകരമായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ ചിട്ടയായ പ്രവർത്തനം കൂടുതൽ നന്നായി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം BJP സഖ്യത്തിനാണ് സാധ്യത, ലോജിക്കലി നോക്കും. പിന്നെ നമുക്കറിയില്ല ആൻറ്റി ഇൻകംബൻസി ഉണ്ടോയെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഈ ഇവരുടെ കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ അവിടുത്തെ ശക്തി ക്ഷയിച്ചു, അതോ കോൺഗ്രസ് ഇപ്പോഴും? കോൺഗ്രസിൻ്റെ ശക്തി, കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസീസിലേക്ക് NCP ആദ്യമേ കയറി. അപ്പോൾ NCP ആദ്യമേ കയറി. ഇപ്പം ശിവസേന കൂടി വന്നതോടുകൂടി എന്താണെന്ന് വെച്ചാൽ മത്സരം ഇല്ലാതായി. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ താല്പര്യമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പക്ഷേ ദേശീയ താല്പര്യത്തിനൊത്ത പ്രാദേശികമായ പാർട്ടിനെ അവർ പരിവിടും. അതിപ്പോൾ അവിടെയും ചെയ്യുന്നുണ്ട്. അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷേ ആളുകൾ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് MLA ആവണം, പഞ്ചായത്ത് മെമ്പർ ആവണം, മന്ത്രി ആവണം. ഇത് സീറ്റുകൾ തോന്നാൻ അത് നടക്കില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളും കോൺഗ്രസിന് ഏറ്റവും വലിയ ദുരന്തം അതല്ലേ, നേതാക്കന്മാരില്ല അവിടെ. ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടി അവർ പ്രാദേശിക രാഷ്ട്രീയത്തെ വലിയ കൊടുക്കും. കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിൽ ശക്തമാണല്ലോ അവരിപ്പോഴും. കോൺഗ്രസ്സാണ് ശക്തം എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ അല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉത്തരേന്ത്യയിലെ നേതാക്കന്മാരെ കേരളത്തിലെ കോൺഗ്രസിനെ കണ്ടുപിടിക്കുന്നത് സംഘടന. നമുക്ക് ചിരിയല്ലേ വരുന്നത്. ഞാൻ കോൺഗ്രസ് ഫാമിലിയിൽ നിന്നാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഇപ്പം CPM BJP ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്തതിനെ എന്തൊക്കെയാണ് ഇതിന് ഡ്രോബാക്ക് കൃത്യമായി പഠിക്കുക അന്നേ അവരെ അറിയിച്ചതാണ്. അന്ന് അവർ ചെയ്തില്ല. ചെയ്താത്തന്നെ ഒരാൾ ഇന്ന് 20 സീറ്റ് ചുരുങ്ങിപ്പോയത്. മറ്റു സ്ഥലത്തെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്ക്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയാൽ ഈ സ്ഥിരം നാടകവേദിയായിട്ടുള്ള കുറച്ച് പേരല്ല എത്ര പേരുണ്ടാവും. കോൺഗ്രസ് വിചാരിച്ചാൽ കേരളം സംഭിപ്പിക്കാൻ പറ്റും, CPM വിചാരിച്ചാൽ പറ്റും, BJP വിചാരിച്ചാൽ പറ്റും, ലീഗ് വിചാരിച്ചാൽ മലപ്പുറം സംഭിപ്പിക്കാൻ പറ്റും. കോൺഗ്രസ് എങ്ങനെയാണ് കേരളം സംഭിപ്പിക്കുന്നത്? ലീഗ് ഉണ്ട് മലബാറിൽ, അവർ രംഗത്തുള്ളൂ. കോൺഗ്രസ് സത്യത്തിൽ കേരളത്തിൽ നിങ്ങൾ ആക്ച്വൽ സ്ട്രെങ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM BJP മുസ്ലിം ലീഗ് കഴിഞ്ഞിട്ട് 3ാമത്തെ പാർട്ടിയാവുന്നുള്ളൂ. ആക്ച്വൽ സ്ട്രെങ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും ഈ പാർട്ടി ഇല്ല. പിന്നെ CPMനുള്ളൊരു വികാരം, എതിർ വികാരം കൊണ്ടും BJPനോടുള്ള പേടി കൊണ്ടും നിശബ്ദനായിരിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരെന്ത് ചെയ്യും? കോൺഗ്രസിന് ഒരു വോട്ട് ചെയ്യും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിഷ്പക്ഷ വോട്ടർമാരെന്ന വിഭാഗത്തിൽ യൂത്ത് പക്ഷേ ഇപ്പം മാറി ചിന്തിക്കുകയാണ്. അങ്ങനെ പ്രശ്നം കേരളത്തിലുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കാം. പക്ഷേ അത് പിന്നെ ബെറ്റർ ചാൻസ് ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. BJP ഇത് കളിച്ചിട്ടില്ലെങ്കിൽ. ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ നോക്കണ്ട. അവിടെ അങ്ങനെ ഉത്തരേന്ത്യക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. പണ്ടത്തെ കേരളം പോലെയാണ്. ചെറിയൊരു സരസനം കാണാതായി കഴിഞ്ഞാൽ ഇലക്ഷൻ തോൽക്കും. അതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയില്ല. അല്ല സാധാരണഗതിയിലൂടെ ഇപ്പോഴത്തെ മറ്റേ അലയൻസിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഗ്രഹിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.